Hi friends, welcome to Lal Brothers Media. We are plus 2 physics second chapter. That is electrostatic potential and capacitance. This potential two video upload and there are three derivations. That's potential. This is important topic potential important capacitance. നമുക്ക് ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടി കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അറിയണം. ഒന്നാമത് എന്താണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ C is equal to Q by potential. ചാർജിന്റെയും പൊട്ടൻഷ്യലിന്റെയും റേഷ്യോ നമ്മൾ എന്ത് പറയുന്നത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സി കാണുന്ന ഫോർമുല Q by V നമ്മൾ അറിയണം. അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിൽ രണ്ട് ഇക്വേഷൻ പഠിച്ചു. അതായത് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടായിരിക്കും, ഇടയ്ക്ക് ഒരല്പം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും D. ഒരു പോസിറ്റീവ് നെഗറ്റീവും ഇങ്ങനെ അടുത്തൊരു പാരലൽ പ്ലേസ് ചെയ്താൽ ഇതിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആവും. ആ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ അത് കാണുന്ന ഫോർമുല അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു V by D. അത് എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ മാത്രമേ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ. V by D. വേറെ ഇക്വേഷൻ ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇങ്ങനെയും കാണാം, സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. ഇത് ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനകത്ത് പഠിക്കുന്നതാണ്. ഇത് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ രണ്ട് പോസിറ്റീവിലും നെഗറ്റീവ് അതായത് ഓപ്പോസിറ്റ് ചാർജ് പ്ലേറ്റ് പാരലായിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് V, അതിനുള്ള ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാമെന്ന് പറയും? V by D എന്ന് കാണാം, യൂണിഫോം ആയതുകൊണ്ട്. അത് കൂടാതെ ബൈ ഗോസ് തിയറം എങ്ങനെയും കാണാം, സിഗ്മ ബൈ എപ്സിലോൺ 0. ഇതൊക്കെ ഡിറൈവ് ചെയ്യുന്നതാണ് കേട്ടോ. അതിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ്, V പൊട്ടൻഷ്യൽ, D എന്താണ് ഡിസ്റ്റൻസ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി. അത് കാണുന്നത് ഇങ്ങനെയാ, Q by A. നമുക്ക് ഇത്രയും അറിയാം. ഇത്രയും അറിഞ്ഞാൽ മാത്രമേ ഡെറിവേഷൻസ് ചെയ്യാൻ പറ്റൂ. ഇത് C ഈക്വൽ ടു Q by V, കപ്പാസിറ്റൻസ് കാണാൻ ഫോർമുല. അതിൽ കപ്പാസിറ്റൻസ് രണ്ട് പ്ലേറ്റിന് ഇടയ്ക്ക് ഉണ്ടാവുന്ന യൂണിഫോം ആയതുകൊണ്ട് V by D എന്നും കാണാം. ബൈ ഗോസ് തിയറം രണ്ട് ഷീറ്റ് ആയതുകൊണ്ട് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കാണാം. അല്ല സിഗ്മയുടെ പേര് എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. എങ്ങനെ കാണാം? ചാർജ് ബൈ ഏരിയ. നമുക്കിതിൽ ആദ്യം പഠിക്കേണ്ടത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ചാർജ് പ്ലേറ്റ്, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് പാരലായിട്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ കപ്പാസിറ്റൻസ് കാണണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കപ്പാസിറ്റൻസ് കാണുന്നത്? നമ്മൾ നേരത്തെ എഴുതിയേ C ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ. ചാർജും പൊട്ടൻഷ്യലോടെ നമുക്ക് എന്ത് കിട്ടും? കപ്പാസിറ്റൻസ് കിട്ടും. ഓക്കെ, ആദ്യം നമുക്ക് ചാർജ് വേണം. അതിന് നമ്മൾ പഠിച്ച ഫോർമുല സിഗ്മ ഈക്വൽ ടു Q by A നമ്മൾ പഠിച്ചതാണ്. അവിടെ ചാർജ് അങ്ങനെ കാണാം, A ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇപ്പൊ എന്ത് കിട്ടി? Q ഇസ് ഈക്വൽ ടു A ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ സിഗ്മ ഇൻറ്റു V. അപ്പൊ Q ഇസ് ഈക്വൽ ടു സിഗ്മ A. Q കിട്ടി. ഇനി V എങ്ങനെ കാണുന്നത്? നമ്മൾ നേരത്തെ എഴുതി ഈസ് ഈക്വൽ ടു എങ്ങനെ കാണുന്നത്? V by D എന്നാണ് കാണുന്നത്. ഈസ് ഈക്വൽ ടു V by D. അതുപോലെ ഈ എങ്ങനെയും കാണാന്ന് പറഞ്ഞു, ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നും കാണാന്ന് പറഞ്ഞു. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഇത് രണ്ട് പ്ലേറ്റ് പാരലായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് അപ്പൊ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കാണാൻ പറഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എന്താ പറയുക? രണ്ടിനും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് E അല്ലേ? അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ വരുന്നത്? ഒരിടത്ത് V by D, മറ്റൊരിടത്ത് എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0. രണ്ട് ഈക്വൽ ആണ്, കാരണം രണ്ടും E ആണ്. രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് V കണ്ടാൽ D ഇങ്ങോട്ട് ക്രോസ് ചെയ്തേ, അപ്പൊ എന്ത് കിട്ടി? V is equal to the D ഇങ്ങോട്ട്. അപ്പൊ എന്ത് കിട്ടി? സിഗ്മ D by എപ്സിലോൺ 0. നോക്കേണ്ട കപ്പാസിറ്റൻസ് അല്ലേ? കപ്പാസിറ്റൻസ് എങ്ങനെ കാണുന്നത്? ചാർജ് ബൈ പൊട്ടൻഷ്യൽ. ചാർജ് എത്ര? സിഗ്മ A. ചാർജ് എത്രയാണ്? സിഗ്മ A ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ എത്ര? സിഗ്മ D by എപ്സിലോൺ 0. പൊട്ടൻഷ്യൽ എത്രയാണ്? സിഗ്മ D by എന്താണ്? എപ്സിലോൺ 0. അതിൽ ആ സിഗ്മ സിഗ്മ ക്യാൻസൽ ചെയ്യാം. ഈ എപ്സിലോൺ 0 മുകളിലോട്ട് പോകുന്നു. അപ്പൊ എന്ത് കിട്ടി? C ഈക്വൽ ടു ഇത് മുകളിലോട്ടാണ് എപ്സിലോൺ 0 ഇത് മുകളിൽ പോയി. അവിടെ എന്തുണ്ട്? A ഉണ്ട്, ഡിവൈഡ് ബൈ എന്താണ്? D. ഇതാണ് കപ്പാസിറ്റൻസ് കാണാൻ ഫോർമുല. അപ്പൊ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്? എപ്സിലോൺ 0 കോൺസ്റ്റന്റ്, absolute permeability of free space, A എന്ന് പറഞ്ഞ ഏരിയ, D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഏരിയയും ഡിസ്റ്റൻസിന്റെയും. ഇത് എപ്സിലോൺ 0 വരാൻ കാരണം ഇടയ്ക്ക് എന്താണ്? എയർ വാക്യൂം ആണ് വന്നത്. വേണമെങ്കിൽ എഴുതാം എയർ. ഇത് എയറിലെ കപ്പാസിറ്റൻസ് ആണ്. ഇടയ്ക്ക് ഡയലേറ്ററിംഗ് മീഡിയം വെച്ചാലോ എന്താ പ്രത്യേകത? ഒരു ഡയലേറ്ററിംഗ് മീഡിയം വെക്കുകയാണെങ്കിൽ ഇൻ എ മീഡിയം
ഇടയ്ക്കൊരു മീഡിയം വന്നാൽ എന്താ പ്രത്യേകത? CM കപ്പാസിറ്റൻസ് ഇൻ മീഡിയം എന്നാണ്. പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഒരു K കൊടുക്കുക അവിടെ. K എപ്സിലോൺ 0 A/D. ആരാ K എന്ന് പറഞ്ഞ? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. Kയുടെ പേരെന്താണ്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 തന്നെ കേട്ടോ. നമ്മൾ ഫസ്റ്റ് എപ്സിലോൺ 0 പഠിക്കുക. റിലേറ്റീവ് പെർമിബിലിറ്റി, അതിന്റെ സെയിം വാല്യൂ തന്നെയാണ് K എന്ന് പറഞ്ഞ. ഇവിടെ ഒരു പേര് മാറുന്നുള്ളൂ, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആവുന്നേ ഉള്ളൂ. രണ്ടിന്റെ വാല്യൂ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താ പ്രത്യേകത? ഇവിടെ നോക്കി ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്തേ. ഇത് എയറിലത്, ഇത് മീഡിയത്തിലല്ലേ എന്ന് പറഞ്ഞാൽ എയറിലെ വാല്യൂ ഇത്ര എപ്സിലോൺ 0 A/D അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? C മീഡിയം ഈക്വൽ ടു K ഇൻറ്റു ഇത്ര എന്താണ്? C എയർ അല്ലേ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഇടയ്ക്കൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് പ്ലേസ് ചെയ്താൽ അതിന്റെ കപ്പാസിറ്റൻസ് കൂടുന്നു. എത്ര ടൈംസ് കൂടി? K ടൈംസ് കൂടി. ഇതാണ് എയറിലെ കപ്പാസിറ്റൻസ്. അതിനേക്കാൾ K ടൈംസ് കൂടുതലാണ് മീഡിയത്തിലെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായി പ്രോബ്ലം ചോദിക്കുന്ന. എയറിലെ കപ്പാസിറ്റൻസ് തന്നിരിക്കും, കെയും തന്നിരിക്കും, അല്ലെങ്കിൽ മീഡിയത്തിലെ കപ്പാസിറ്റൻസും കെയും തന്നിട്ട് എയർ കാണാൻ പറയും. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ കപ്പാസിറ്റൻസ് പാരക്ലേറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ. എളുപ്പമുള്ള ഡെറിവേഷൻ ആണ്, ഇമ്പോർട്ടന്റും ആണ്. അടുത്തത് എന്താണ് എനർജി ഓഫ് എ കപ്പാസിറ്റർ? ആ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് അത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ കപ്പാസിറ്ററിൽ എന്താ എനർജി എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ? ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഏത് എനർജി ആയിട്ടാ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അത് എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? നമ്മളെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് പ്ലേറ്റില്ലേ, അതിനിടയ്ക്ക് മീഡിയം ഉണ്ടല്ലോ, ആ മീഡിയത്തിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഈ മീഡിയത്തിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇത് രണ്ടും സ്ഥിരമായി ചോദിക്കുന്നത്. ഏത് ഫോമിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. മീഡിയം എന്ന് പറഞ്ഞാൽ മീഡിയത്തിലാണ് എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ആ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള മീഡിയത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് ഡിറൈവ് ചെയ്യണം. അപ്പൊ എന്താ പറയാ? എനർജി എന്തിന് ഈക്വൽ എന്ന് പറഞ്ഞാൽ വർക്കിന് ഈക്വൽ എന്നാ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ആദ്യം പറയുന്നു, ഞാൻ ഒരു കപ്പാസിറ്റർ എടുത്തു, പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് പ്ലേറ്റ് ആണ്, പ്ലേസ് ചെയ്തു. ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് D തന്നെയാണ്, പൊട്ടൻഷ്യൽ V ആണ്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അതിലേക്ക് ഒരു ചാർജ് കൊടുത്തു. അറ്റ് എ മൊമെന്റ്, ഈ സമയത്ത് ഇതിന്റെ ചാർജ് Q ആണ്. ഈ സമയം നോക്കി, അറ്റ് ഇൻസ്റ്റന്റ് ഒരു മൊമെന്റ് എടുത്തു. ഈ സമയത്ത് ഇതിന്റെ ചാർജ് എത്രയാണ്? Q ആണ്. അപ്പൊ എനിക്ക് എന്ത് കാണണം? വെറുതെ പൊട്ടൻഷ്യൽ കാണണം. പൊട്ടൻഷ്യൽ എങ്ങനെ കാണുന്നത്? പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു, അപ്പൊ C എങ്ങനെ കണ്ടത്? Q/V എന്നല്ലേ കാണുന്നത്. ആ പൊട്ടൻഷ്യൽ ആണ് കാണും. V ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, അപ്പൊ C താഴോട്ട്. അപ്പൊ എന്തായിട്ട് പൊട്ടൻഷ്യൽ കാണുന്നത്? ചാർജ് ബൈ കപ്പാസിറ്റൻസ്. ഇതാണല്ലോ പൊട്ടൻഷ്യൽ. അപ്പൊ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇപ്പോഴത്തെ ചാർജ് ഡിവൈഡ് ചെയ്യുന്നതാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, ഞാൻ ഇനി ഇതിലേക്ക് ഇതൊരു 50% ആണ് വിചാരിക്കുക, മൊബൈൽ ചാർജ് ചെയ്തത് 50%. ഞാൻ ഇതിലേക്ക് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് കൊടുത്തു, ഒരു 1% ചാർജ് കൊടുത്തു. ഞാൻ പറഞ്ഞ പേര് DQ ചാർജ് കൊടുത്തു. അപ്പൊ എന്താ കൊടുത്തത്? ഒരു DQ ചാർജ് കൊടുത്തു. അപ്പൊ ഈ DQ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ DQ ചാർജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ട വർക്കാണ് കാണാൻ പോകുന്നത്. വർക്കാണ് DW. എന്തിനാണ് വർക്ക് കാണുന്നത്? വർക്ക് ഡൺ ടു സ്റ്റോർ DQ ചാർജ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ടു ചാർജ് എന്താണ്? DQ എമൗണ്ട് ഓഫ് ചാർജ്. ഈ കപ്പാസിറ്റർ DQ എമൗണ്ട് ഓഫ് ചാർജ് ചെയ്യാനുള്ള വർക്ക് കാണുന്നു. ഓക്കെ, വർക്ക് എങ്ങനെ കാണും? ഇതിലെ ഫസ്റ്റ് പൊട്ടൻഷ്യൽ പഠിക്കുന്നതാണ്. ഫസ്റ്റ് വീഡിയോ നോക്കുക. പൊട്ടൻഷ്യൽ V കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ W/Q എന്നൊരു ഫോർമുല ഉണ്ട്. വർക്ക് ബൈ ചാർജ്. ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി, വർക്ക് ബൈ ചാർജ്. അപ്പൊ അവിടുന്ന് എങ്ങനെ വർക്ക് കാണുന്നത്? ഈ ചാർജ് ഇങ്ങോട്ട് ഇൻഡ്യൂ ചെയ്യുക. വർക്ക് എങ്ങനെ കാണും? പൊട്ടൻഷ്യൽ ഇൻഡ്യൂ ചാർജ് ആണ് വർക്ക് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ എങ്ങനെ വർക്ക് കാണുന്നത്? വർക്ക് ഈസ് ഈക്വൽ ടു ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ ഇൻഡ്യൂ നമ്മൾ കൊടുക്കുന്ന ചാർജ്. നമ്മൾ എത്ര ചാർജാണ് കൊടുത്തത്? DQ ചാർജാണ് കൊടുത്തത്. ഈ DQ ചാർജ് സ്റ്റോർ ചെയ്ത് വേണ്ട വർക്കാണ് കാണാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാ? ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ ഇൻഡ്യൂ നമ്മൾ കൊടുക്കുന്ന ചാർജ്. അപ്പൊ എന്ത് ചെയ്താം? DW is equal to V യുടെ വാല്യൂ നമുക്കറിയാം, Q/C DQ. ഇനി നമുക്ക് വേണ്ടത് ടോട്ടലില് മൊത്തം ചാർജ് ചെയ്യാനുള്ള വർക്കാണ് കാണേണ്ടത്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കാണുന്നു. ടോട്ടൽ വർക്ക് ഡൺ അതെങ്ങനെ കാണുന്ന? ടോട്ടൽ വർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇന്റഗ്രൽ ഏത് മുതൽ ഏത് വരെ. ടോട്ടൽ എന്ന് പറയുമ്പോൾ ആദ്യം 0 ചാർജ് ആയിരുന്നു, അല്ലെങ്കിൽ ടോട്ടൽ ഫുൾ ചാർജ് ആക്കണം. അതിനെ ക്യാപിറ്റൽ Q എന്നാക്കി.
മൊബൈൽ 0% ആയിരുന്നു, എനിക്ക് എത്ര പെർസെന്റ് ആകണം? 100% ഫുൾ ചാർജ് ആക്കണം. അതിന് വേണ്ടി ഞാൻ എത്ര വർക്കാണ് ചെയ്യേണ്ടത്? അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനിഷ്യലി 0 ആയിരുന്നു, എനിക്കിപ്പോ എത്ര ആക്കി മാറണം? ഫുൾ ചാർജ് ആക്കി മാറണം, ക്യാപിറ്റൽ Q ചാർജ് ആക്കി മാറണം. അതിന് വേണ്ടിയുള്ള ടോട്ടൽ വർക്കാണ് കാണാൻ പോകുന്നത്. അപ്പൊ എന്ത് കിട്ടാം? Q/C dQ. ആ Q/C dQ നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, അതായത് ഓരോ dW കണ്ടാൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. അപ്പൊ നോക്കാം. അപ്പൊ എന്താ കിട്ടി? ബാക്കി W is equal to integral 0 to Q. ഇവിടെ നോക്കാം, വിത്ത് റെസ്പെക്ട് ആർക്കാ? ചാർജ് dQ, ചാർജിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ 1/c എന്ത് ചെയ്തു? പുറത്തെടുത്തു. 1/c പുറത്തു വന്നേ. ബാക്കി അകത്ത് എന്താണത്? Q dQ. ഇവിടെ Q dQ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത് Q² ഡിവൈഡ് ബൈ എന്താണ്? 2x dx പോലെ, x raised to n+1 ഡിവൈഡ് ബൈ n+1 ആണ് ഇക്വേഷൻ. നമ്മൾ എന്താണ് ഇന്റഗ്രേഷൻ എന്താണ് പഠിക്കുന്നതാണ്. അവിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു. W is equal to 1/c. ഇന്റഗ്രൽ എന്താണ്? Q² ഡിവൈഡ് ബൈ എത്ര? 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. താഴെ 0 ആണ്, മുകളിൽ Q ആണ്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ Q. ഈ 2 കൂടെ അങ്ങ് പുറത്തെടുത്തേ. W is equal to 1/2c. ബാക്കി എന്താ? ലിമിറ്റ് അപ്ലൈ ചെയ്തു. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സ്മോൾ ക്യൂവിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് ആയ ക്യാപിറ്റൽ Q കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? Q² മൈനസ് അടുത്ത് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 0 എടുത്ത് ഇവിടെ കൊടുക്കുക. 0² എന്ത് തന്നെ? 0. അപ്പൊ എന്ത് കിട്ടും? W is equal to 1/2c ഇൻറ്റു എന്താണ്? Q². ഈ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ എനർജി U is equal to പൊട്ടൻഷ്യൽ U എന്ന് കൊടുത്ത U is equal to 1 into Q എന്താണ്? Q² ഡിവൈഡ് ബൈ 2c. ഇതാണ് എനർജിക്കാളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി ഇത് ഇൻ ടേംസ് ഓഫ് ചാർജും കപ്പാസിറ്റൻസും ആണ്. ഇനി ഇൻ ടേംസ് ഓഫ് ചാർജ് പൊട്ടൻഷ്യൽ ഉണ്ട്, കപ്പാസിറ്റൻസ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യും. അതെങ്ങനെയാണ് നമുക്കറിയാം. എന്താ? Q is equal to CV. C equal to Q/V. അവിടെ നോക്കുക, Q equal to CV. അപ്പൊ അത് കൊടുക്കുകയാണ് എന്ത് കിട്ടും? U is equal to Q² അല്ലേ, അതിന്റെ സ്ഥാനത്ത് CV കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? C² V² ഡിവൈഡ് ബൈ 2c. ഒരു C കട്ട് ചെയ്തു, ബാക്കി എന്താണത്? CV² ഡിവൈഡ് ബൈ എത്ര? 2. അപ്പം എനർജി ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് പൊട്ടൻഷ്യൽ. ഇനി നമുക്ക് C കണ്ടാലോ? നമുക്കറിയാം C എങ്ങനെ കാണുന്നത്? Q/V എന്നാണ്. ഇവിടെ നിന്നാണ് QCV എന്ന് കിട്ടിയത്. എടുത്ത ഇക്വേഷൻ കൊടുത്ത് എന്താ കിട്ടും? U is equal to മുകളിൽ Q² മാറ്റമില്ല, ഇവിടെ 2 into C യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? C യുടെ വാല്യൂ Q/V. Q/ എന്താണ്? V. ഒരു Q കട്ട് ചെയ്തു, ഈ V എങ്ങോട്ട് പോയി? മുകളിലോട്ട് പോയി. അപ്പൊ എന്ത് കിട്ടും? U is equal to ഒരു Q ബാക്കിയുള്ള ഈ V മോളിൽ പോയ QV ഡിവൈഡ് ബൈ താഴെ എന്ത് മാത്രമേ ഉള്ളൂ? 2. QV/2. ഇത്രയാണ് എനർജി കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് 2 ഡെറിവേഷൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. സെക്കൻഡ് ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി ആണ്. നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റർ ആണ് പഠിച്ചു നിർത്തിയത്. 3 ഫോർമുലയൊക്കെ പറഞ്ഞു. 3 ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്? കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? കപ്പാസിറ്ററിന് പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്. ഇതിനിടയ്ക്കുണ്ടല്ലോ, ഇതിനിടയ്ക്കുള്ള മീഡിയം അല്ലെങ്കിൽ ഈ പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റ് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് അതുമായി കണക്ട് ചെയ്തുള്ള ഒരു ടോപ്പിക്കാണ് എനർജി ഡെൻസിറ്റി. പേര് തന്നെ ഡെൻസിറ്റി. എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? മാസ് ബൈ വോളിയം അല്ലേ? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ബൈ വോളിയം. ഡെഫിനിഷൻ ആക്കിയാൽ യൂണിറ്റ് വോളിയത്തിൽ എത്ര എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു? എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ കപ്പാസിറ്റർ. അതിനൊപ്പം പേരാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ഡെൻസിറ്റി എന്ന് പറയും. റെപ്രസെന്റേഷൻ ഒന്നുമില്ല, നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എനർജി ഡെൻസിറ്റി. ഇപ്പൊ എന്തൊക്കെ വേണം? എനർജി വേണം, വോളിയം വേണം. ആദ്യം എനർജി E എന്നോ U എന്നോ എടുക്കാം കേട്ടോ. E എന്നോ എടുക്കാം, U എന്നോ എടുക്കാം. 2 സിമ്പിൾ എടുക്കാറുണ്ട്. E is equal to energy is equal to half CV². ഈ ഇക്വേഷൻ എടുക്കുന്നു. half CV². 3 ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കുന്നു. അത് നമുക്ക് അറിയാവുന്ന കാര്യം. C കാണാൻ പഠിച്ചു. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഡെറിവേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? എപ്സിലോൺ 0
എ ബൈ ഡി എന്നാ പഠിച്ചത്. എപ്സിലോൺ 0 എ ബൈ ഡി അവിടെ കൊടുത്തേ ഈസ് ഈക്വൽ ടു ഹാഫ് സിയുടെ സ്ഥാനത്ത് കൊടുക്കാം എപ്സിലോൺ 0 എ ബൈ ഡി. സിയുടെ സ്ഥാനത്ത് അതിന്റെ വാല്യൂ കൊടുക്കും എപ്സിലോൺ 0 എ ബൈ ഡി. പിന്നെ എന്തുണ്ട് വി സ്ക്വയർ. ഈ വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്, വോൾട്ടേജ് ആണ്. അടുത്ത ഇനി ഓളിയം ആണ്. ഓളിയമാണ്. ശരി, ഓളിയം കാണുന്ന ജനറൽ ഫോർമുല എന്താ? പല സ്ഥലം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചു, ഈ വർഷം പഠിക്കുന്നുണ്ട്. ഓളിയം കാണുന്ന ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. മറന്നുപോലെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഓളിയം കാണുന്ന ജനറൽ ഫോർമുല എന്താ? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഏരിയ എ എന്ന് എടുത്തു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പാസിറ്റിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, പോസിറ്റീവ് നെഗറ്റീവ്, ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ അതിനെ ഡി എന്നാണ് പഠിച്ചത് ആണല്ലോ. ഏരിയ ഇൻറ്റു ഡി, അതാണ് ഓളിയം എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടത് എന്താ? എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി റെപ്രസെന്റേഷൻ ഒന്നുമില്ല, അതുവരെ കാണുന്നത് എനർജി ബൈ വോളിയം. എനർജി ഡിവൈഡ് ബൈ എന്താണ്? വോളിയം. എന്താണ് എനർജി എന്ന് പറഞ്ഞാൽ? എന്താ നടക്കുന്നു? ഹാഫ് എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു എന്താ? ബി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം എന്താണ്? എ ഇൻറ്റു ഡി. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഡി താഴേക്ക് വരും അല്ലേ? അപ്പൊ ഡി ഇൻറ്റു ഡി എന്താ? ഡി സ്ക്വയർ ആയി. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് എപ്സിലോൺ 0 ഈ എയും കട്ടായി പോകും. കാരണം ഇത് ഡിവൈഡ് ബൈ വീണ്ടും ഡിവൈഡ് ബൈ ആണ്. ഇത് മോളിൽ പോകുന്നു പറഞ്ഞ ഈ എ ഡി ഇവിടെ പോയി ആണല്ലോ. എയും കട്ട്, ഡിയും ഡി എന്തായി? ഡി സ്ക്വയർ. മുകളില് എയും പോയ ബാക്കി എന്തുണ്ട്? വി സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ ഡി ഇൻറ്റു ഡി എന്താവും? ഡി സ്ക്വയർ. ഓക്കെ, വേണമെങ്കിൽ എന്ത് സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഹാഫ് എപ്സിലോൺ 0 എ ബൈ ഡി വി സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ? എ ഡി അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചൊരു കാര്യം, ഒരാളെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ റെസിസ്റ്റീവ് പ്രോപ്പർ എടുത്ത് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹാഫ് എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു കൊടുക്കും. മറ്റാൾ എന്ത് ചെയ്യണം? തിരിച്ചിടണം. അപ്പൊ എന്ത് കിട്ടും? 1 ബൈ എ ഡി. ഇപ്പൊ എന്താ? എ ക്യാൻസൽ, ഡി എന്തായി? ഡി സ്ക്വയർ. ഇതാണ് സംഭവിക്കുന്നത്. ഇത് പഠിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ഡിവൈഡ് ഉണ്ട്, വീണ്ടും ഡിവൈഡ് ചെയ്യുക, നേരെ മുകളിലോട്ട് പോകും. അപ്പം ഡി ഇൻറ്റു ഡി ഡി സ്ക്വയർ ആയി, എയും കട്ടായി. ഹാഫ് എപ്സിലോൺ 0 വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടി. അവിടെ ആൻസർ ആയി. വി ബൈ ഡി എവിടെ കേട്ടുണ്ടോ? നമ്മൾ രണ്ട് സ്ഥലത്ത് യൂസ് ചെയ്തു. എന്താ വി ബൈ ഡി എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ഫോർമുല പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ്. എടുത്തെടുത്ത് പറഞ്ഞതാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ യൂണിഫോം ഞാൻ ഇ എന്നുള്ളത് കൂടെ മാറ്റാം. യു എന്ന് എഴുതാമേ, ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരും. യു എന്ന് എഴുതാം. ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് എനർജി. യു പൊട്ടൻഷ്യൽ ആയിട്ട് യു കൊടുക്കാം. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണുന്ന? പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ്. നമ്മൾ മൂന്നാല് സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇ. അപ്പൊ ഇവിടെ ഒരു വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്തായിക്കൂടെ? ഇ സ്ക്വയർ ആയിക്കൂലേ? വി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പൊ വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്താണ്? ഇ സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര കിട്ടും? എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഹാഫ് ഉണ്ട്, എപ്സിലോൺ 0 ഉണ്ട്. വി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇ ആണ്. വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്താണ്? ഇ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ എനർജി ഡെൻസിറ്റി കാണുന്ന ഫോർമുല എന്താ? ഹാഫ് എപ്സിലോൺ 0 ഇൻറ്റു ഇ സ്ക്വയർ. അതിന്റെ മീനിങ് എന്താണ്? ഹാഫ് കോൺസ്റ്റന്റ്, എപ്സിലോൺ 0 കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഇ സ്ക്വയർ മാത്രമാണ് വേരിയബിൾ ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞ മീനിങ് എന്താ? എനർജി ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ സ്ക്വയർ. ചോദിക്കും, പ്രൂവ് ദാറ്റ് എനർജി ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതൊരു എത്തിയിട്ട് പറയണം. ഇവിടെ എത്ര? 1/2 കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരിക്കലും മാറില്ല. അപ്പൊ എനർജി ഡെൻസിറ്റി ആരെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ? ഇ സ്ക്വയറിനെ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ. എങ്ങനെ ഡിപെൻഡ് ചെയ്യുന്നു? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പൊ എനർജി പഠിക്കുമ്പോൾ കൂടെ ഇതുകൂടെ പഠിച്ചിരിക്കാം കേട്ടാ. മിനിമം ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇക്വേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കപ്പാസിറ്റർ എന്ന ടോപ്പിക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. രണ്ട് കുഞ്ഞു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൊണ്ട് കപ്പാസിറ്റർ ടോപ്പിക് കംപ്ലീറ്റ് ആവും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് ആണ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അല്ലെ കൃത്യമായി പഠിച്ചിരിക്കുക. പല തവണ മാറി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾ രണ്ട് കുഞ്ഞു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ്, സീരീസും പാരലൽ. അതുകൂടെ പറഞ്ഞ കപ്പാസിറ്റൻസ് എന്നൊരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. അതായത് ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സിനെ കപ്പാസിറ്ററിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം?
രണ്ട് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഒന്ന് സീരീസ്, മറ്റൊന്ന് പാരലൽ. ഓക്കെ, എന്താണ് ഈ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞത്? ഓക്കെ, 3 കപ്പാസിറ്റർ എടുത്തിട്ട് ഒന്നാമത്തെ കപ്പാസിറ്റൻസ് C1, രണ്ടാമത്തെ C2, മൂന്നാമത്തെ C3. എന്താ പ്രത്യേകത? ഒന്ന് ഫോളോ ചെയ്ത് മറ്റൊന്ന് കണക്ട് ചെയ്തു, ഒരേ ബ്രാഞ്ചിൽ കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സീരീസ് ആണ്. പക്ഷെ അങ്ങനെയല്ല പഠിക്കേണ്ടതാണ് സീരീസ് ആണ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ നിന്ന് ചാർജ് പോകുമല്ലോ. ഈ 3 പേർക്കും കിട്ടുന്ന ചാർജ് സെയിം ആയിരിക്കും. ഈ 3 പേരുടെയും ചാർജ് എന്താണ്? സെയിം ആണ്. ഞാൻ ചാർജ് Q എന്ന് പറയുന്നു, ഈ ബാറ്ററിയിൽ പോകുന്ന ചാർജ് Q എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവന്റെ ചാർജ് Q, ഫസ്റ്റ് ആളുടെ ചാർജ് Q ആണ്, ഇവന്റെയും ചാർജ് Q ആണ്, ഇവന്റെയും ചാർജ് എന്താണ്? Q ആണ്. അപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം എന്താ? കണക്ട് ചെയ്യുന്ന എല്ലാ കപ്പാസിറ്ററിന്റെയും ചാർജ് സെയിം ആയിരിക്കും. ആർക്ക് സെയിം ആയിരിക്കും? ടോട്ടൽ ചാർജ് സെയിം ആയിരിക്കും. ആ സർക്യൂട്ടിലെ ടോട്ടൽ ചാർജ് എത്രയാണോ അത് തന്നെയായിരിക്കും ഓരോ കപ്പാസിറ്ററിന്റെയും ചാർജ് എന്ന് പറഞ്ഞു. അതാണ് സീരീസിന്റെ പ്രത്യേകത. പക്ഷേ 3 പേരുടെയും പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. അത് ഓർക്കേണ്ടത്, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള ഡിഫറൻസ് എന്നാ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ, 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ എന്താ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആണല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇത് പോസിറ്റീവ് എൻഡ് ഇവിടെ കണക്ട് ചെയ്യുന്നു, ഇത് നെഗറ്റീവ് എൻഡ് ഇവിടെ കണക്ട് ചെയ്യുന്നു. ആണല്ലോ ബാറ്ററിയുടെ പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പൊ ഈ ബാറ്ററിയുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞു. ടോട്ടൽ പൊട്ടൻഷ്യൽ V ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? V ആണ്. അത് ഈ 2 പോയിന്റ് അടയ്ക്കാം. ടോട്ടൽ പൊട്ടൻഷ്യൽ V ആണ്. ഓക്കെ, C1 എവിടെ കണക്ട് ചെയ്തു? C1 ഈ പോയിന്റിൽ ഇവിടെയും കണക്ട് ചെയ്തു. ഇതിനെ A എന്ന് കൊടുക്കുന്നു, ഇതിനെ B എന്ന് കൊടുത്തു, ഇതിനെ C എന്ന് കൊടുത്തു, ഇതിനെ E എന്ന് കൊടുത്തു. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത്രയും വേണ്ട, ഡെറിവേഷൻ വേണ്ട. നോക്കിയേ, C1 ആർക്കിടയിൽ കണക്ട് ചെയ്തു? Aക്കും Bക്കും ഇടയിൽ കണക്ട് ചെയ്തു. അപ്പൊ C1ന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ Aക്കും Bക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ആണ് C1ന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. അത് C2 എന്ന് പറഞ്ഞാൽ Bക്കും Cക്കും ഇടയിൽ കണക്ട് ചെയ്തു. അതുകൊണ്ട് C2ന്റെ പൊട്ടൻഷ്യൽ എന്താണ്? Bക്കും Cക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും C2ന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. C3 എന്ന് പറഞ്ഞാൽ Cക്കും Dക്കും ഇടയിൽ കണക്ട് ചെയ്തു. ഏതാണ്? D. Cക്കും Dക്കും ഇടയിൽ കണക്ട് ചെയ്തു. അപ്പൊ C2ന്റെ പൊട്ടൻഷ്യൽ Cക്കും Dക്കും ഇടയ്ക്കുള്ളതാണ്. അപ്പൊ എന്താ സീരീസിന്റെ പ്രത്യേകത? 3 പേരുടെയും ചാർജ് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാ? 3 പേരും ഡിഫറന്റ് പോയിന്റ് ഇടയിൽ കണക്ട് ചെയ്താൽ അതാണ് സീരീസ്. അങ്ങനെ പഠിച്ചേക്കേണ്ടത്. ഒരേ പോയിന്റ് ഇടയിൽ കണക്ട് ചെയ്ത പാരലലും, ഡിഫറന്റ് പോയിന്റ് ആണെങ്കിൽ സീരീസ്. ഓക്കെ, അല്ലെ വേറെല്ലാം പിടിക്കാം. ഒരേ ചാർജ് ആണ് കിട്ടുന്നതെങ്കിൽ സീരീസ്, അല്ല ഒരേ ചാർജ് കിട്ടുന്നത് എന്താണ്? സീരീസ്. എന്റെ വേറെ പ്രത്യേകം എന്താ? പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് സീരീസ് ആണ് കണക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ ചാർജ് കിട്ടും. ടോട്ടൽ ചാർജ് എത്രയാണോ അത് തന്നെയായിരിക്കും എല്ലാവർക്കും കിട്ടുന്നത്. പക്ഷെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്ത് പോകുന്നു. ടോട്ടൽ പൊട്ടൻഷ്യൽ V ആയിരുന്നു. കുറച്ച് ഇവന് കിട്ടി, ഞാൻ V1 എന്ന് പറയാം. കുറച്ച് ഇവന് കിട്ടി, എന്താണ്? V2 എന്ന് പറയാം. കുറച്ച് ഇവന് കിട്ടി എന്ന് പറയാം, V3 എന്ന് പറയാം. അല്ലേ? Aക്കും Dക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ഇതാണ്, ഒരു പോയിന്റ് ഇതാണ്, ഒരു പോയിന്റ് ഇതാണ്. 3 പോയിന്റ് ഉണ്ട്. പൊട്ടൻഷ്യൽ 3 ആയിട്ട് എന്ത് ഡിവൈഡ് ചെയ്തു. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ഒന്നും ഇല്ല കേട്ടാ, ഡിവൈഡ് ചെയ്യില്ല. കപ്പാസിറ്റൻസിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ സെയിം അല്ലാത്തതുകൊണ്ട് അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ടോട്ടൽ പൊട്ടൻഷ്യൽ കാണുന്നത് V. എങ്ങനെ കാണാം? V1 പ്ലസ് V2 പ്ലസ് V3. ഓക്കെ, ഇതാണ് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചോണ്ട? Q ഈക്വൽ ടു CV എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടായി? ഫസ്റ്റ് പഠിച്ചതാ Q ഈക്വൽ CV ആണല്ലോ. അവിടെ എങ്ങനെ Q കാണുന്നത്? ക്രോസ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? Q ബൈ C ഈക്വൽ ടു V. പൊട്ടൻഷ്യൽ കാണുന്ന ഫോർമുല എന്താ? ചാർജ് ബൈ കപ്പാസിറ്റൻസ് എന്നാണല്ലോ. ചാർജ് ബൈ കപ്പാസിറ്റൻസ്. ഞാൻ നോട്ടിൽ ക്യാപിറ്റൽ Q ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ക്യാപിറ്റൽ Q യൂസ് ചെയ്യണേ. ക്യാപിറ്റൽ Q ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്മോൾ Q യൂസ് ചെയ്ത ഒരു പ്രശ്നമില്ല. ചാർജ് എന്നൊരു മീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം V1 കാണും. എന്താ V1 എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ ആണ്. ഫോർമുല എന്താണ്? ചാർജ് ബൈ കപ്പാസിറ്റർ ആണല്ലോ, കപ്പാസിറ്റൻസ്. അപ്പൊ ഞാൻ V1 കാണുന്നത്, ഇവന്റെ പൊട്ടൻഷ്യൽ കാണുന്നു. എങ്ങനെ കാണുന്നത്? ഇവന്റെ ചാർജ്, അവന്റെ ചാർജ് എത്ര? Q ഡിവൈഡ് ബൈ അവന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? C1. അതല്ലേ പൊട്ടൻഷ്യൽ ആ ഫോർമുല, ചാർജ് ബൈ കപ്പാസിറ്റൻസ്. V1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അപ്പൊ അവിടുത്തെ ചാർജ് ഡിവൈഡ് ബൈ അവിടുത്തെ കപ്പാസിറ്റൻസ്. V2 ആണെങ്കിലോ? V2 രണ്ടാമത്തെ ആളുടെ പൊട്ടൻഷ്യൽ ആണ്. അങ്ങനെ കാണും, അവിടുത്തെ ചാർജ് Q ഡിവൈഡ് ബൈ അവന്റെ കപ്പാസിറ്റൻസ്. V3 കാണാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ചാർജ് Q ഡിവൈഡ് ബൈ അവിടുത്തെ പൊട്ടൻഷ്യൽ C3.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ എടുത്ത് കൊടുത്തേ V is equal to V1 ന്റെ വാല്യൂ എത്ര? Q by C1 പ്ലസ് ഇവിടെ എന്താണ് Q by C2 പ്ലസ് Q by C3. ചില പഠിപ്പിക്കുമ്പോൾ ഈ വാല്യൂ ഇവിടെ കൊടുക്കും, അങ്ങനെ ഇപ്പം കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളൊരു സെന്റൻസ് പറഞ്ഞാ കൊടുക്കുന്നത്. ചിലരങ്ങനെ പറഞ്ഞു പോകും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പക്ഷെ പ്രോപ്പർ ആയിട്ട് അടിച്ചു പോവാ കേട്ടോ. ഇതിനടുത്ത് ഇവിടെ കൊടുക്കല്, അതല്ല കൊടുക്കേണ്ടത്. അത് ഒരു കാര്യം പറയും, അതിനുശേഷം അത് കൊടുക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതെല്ലാം ഡയറക്റ്റ് എടുത്ത് കൊടുത്ത് എല്ലാ ക്യൂ വെട്ടിക്കളയുന്നു കേട്ടോ. അങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടും, മാർക്ക് കിട്ടില്ലെന്നല്ല, പക്ഷെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചു പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് കാണാൻ നോക്കി അടുത്ത ചെയ്താലെന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിനെ എടുത്ത് കളഞ്ഞു. എന്ത് കളഞ്ഞു? ഇതേ സർക്യൂട്ട്, ഈ സെയിം സർക്യൂട്ട്, ഒരു മാറ്റവും ഈ സെയിം സർക്യൂട്ട്, ഈ മൂന്നിനെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഒറ്റ കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തു. ഒറ്റ കപ്പാസിറ്റൻസ് ഈ മൂന്നിനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് ഒരു കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തു. അവന്റെ കപ്പാസിറ്റൻസ് C ആണ്. അല്ല, പറഞ്ഞ പേര് ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ്. എന്താ കപ്പാസിറ്റൻസ് എന്ന് പറയും? ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അല്ലെ എന്ത് പറയും? എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. എന്താ എന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ മൂന്നാൾക്കാർ ഇവിടെ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത്, ഈ മൂന്നാൾക്കാരും കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് അല്ലെങ്കിൽ എത്ര എനർജിയാണോ സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അല്ലെ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത്, ഇവ ഒറ്റയ്ക്ക് ചെയ്യും. അതാണ് ഇക്വിവാലന്റ് എന്ന് പറഞ്ഞത്. ഈ മൂന്നാൾക്കാർക്ക് ഈക്വൽ ആണ് ഇവൻ. അപ്പൊ ഈ മൂന്നാൾക്കാര് ഇവിടെ കണക്ട് ചെയ്തപ്പോ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, ഇവ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് ചെയ്യും. അവിടെ എന്ത് പേര് കിട്ടിയത്? ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് പറയും, അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പറയും. ഈ മൂന്നിലൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ C എന്ന് പറഞ്ഞത്. ഓക്കെ, സി എ പറഞ്ഞത് എന്താണ്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അല്ലെ ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഇനി എന്ത് കാണാം? ഇവന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇവിടെ കണക്ട് ചെയ്തു, എയ്ക്കും ഡിക്കും ഇടയിൽ കണക്ട് ചെയ്തു, അല്ലേ? എയ്ക്കും ഡിക്കും ഇടയിൽ കണക്ട് ചെയ്തു, വേറെ പോയിന്റ് ഒന്നുമില്ല. അതിനിടയ്ക്ക് പൊട്ടൻഷ്യൽ ഏതാണ്? V. ഇവന്റെ പൊട്ടൻഷ്യൽ ഏതാ? V. ഇവിടെ ചാർജ് എത്ര തന്നെ? Q തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇവിടെ ടോട്ടൽ Q ആണ്. ആ ചാർജ് ഇവിടെ കൂടെ കടന്നു പോകും, സീരീസ് ആണ് കണക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, സെയിം ചാർജിന് കിട്ടും, വേറെ കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ചാർജും വേറെ കിട്ടും. അപ്പൊ ഇവന്റെ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാലോ, ഇവന്റെ പൊട്ടൻഷ്യൽ അങ്ങനെ കാണുന്നത് ഇവന്റെ ചാർജ് ഡിവൈഡ് ബൈ ഇവന്റെ കപ്പാസിറ്റൻസ്. ഇവിടെ നോക്കിയേ, ഇവന്റെ എന്ത് കാണുന്നു? പൊട്ടൻഷ്യൽ കാണുന്നു. എങ്ങനെയാ? അവന്റെ ചാർജ് Q ഡിവൈഡ് ബൈ അവന്റെ കപ്പാസിറ്റൻസ്. ഓക്കെ, ഇതാണ് ഇക്വാലന്റ് കപ്പാസിറ്റൻസിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? ഈ മൂന്ന് പേർക്ക് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്? ഇവന്റെ പൊട്ടൻഷ്യൽ, ഇവന്റെ ജോലി, ഇവൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഈ മൂന്നുപേരുടെയും ജോലിയാണ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും ജോലി ഈക്വൽ എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന വർക്കാണ് ഇവനും ചെയ്യുന്നത്. ഇവന്റെ പൊട്ടൻഷ്യൽ ആണ് ഇവരുടെ പൊട്ടൻഷ്യൽ. ഇവന്റെ പൊട്ടൻഷ്യൽ എത്ര? Q by C. ഈ മൂന്നുപേരുടെ പൊട്ടൻഷ്യൽ എത്ര? Q by C1 പ്ലസ് Q by C2 പ്ലസ് Q by C3. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. എങ്ങനെ ഈക്വൽ ആയി മാറിയത്? അവിടെ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇവ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, ആ സെയിം ജോലിയാണ് ഈ മൂന്നുപേരും ചെയ്യുന്നത്. അപ്പൊ ഈ മൂന്നുപേരും ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കണ്ടുപിടിച്ചു ആണല്ലോ. അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഇവന്റെ ജോലിക്ക് ഈക്വൽ ആണ്. ഇവന്റെ ജോലി എത്രയാ? Q by C. ആൻസർ ആയി. എല്ലായിടത്തും Q കട്ട് കളാം. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. ആൻസർ 1 by C ഈക്വൽ ടു 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3. എന്ന് പറഞ്ഞാൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കാണാൻ പറഞ്ഞാൽ, ഇവിടെ സീരീസ് ആണ് കണക്ട് ചെയ്യുമ്പോൾ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കാണാൻ പറഞ്ഞാൽ വേണമെങ്കിൽ CS എന്ന് കൊടുക്കാം. എന്താ ചെയ്യേണ്ടത്? ഇക്വാലന്റ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ എങ്ങനെ കിട്ടും? ഓരോ കപ്പാസിറ്റൻസിന്റെയും റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്താൽ ഓരോ കപ്പാസിറ്റൻസ് C1, C2, C3 അവരെയൊക്കെ തിരിച്ചിടുന്നു. റെസിപ്രോക്കൽ എടുത്തു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? ഇക്വാലന്റ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ കിട്ടും. നോക്കി, C1, C2, C3 മൂന്നുപേരെ എടുത്ത് തിരിച്ചിട്ടു, റെസിപ്രോക്കൽ എടുത്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഇക്വാലന്റ് റെസിപ്രോക്കൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. ഡെറിവേഷൻ ആയിട്ട് ഒന്നുമില്ല, എക്സാം ഏതാണ്ട് ഒന്നുമില്ല, വെറും 4 സ്റ്റെപ്പ്. ഇത് എന്താ എഴുതാം? അവിടെ വാല്യൂ കൊടുക്കാം, ഈ വാല്യൂ ഡയറക്റ്റ് എടുത്ത് കൊടുത്താലും മതി. പക്ഷെ എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള തിയറി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. എക്സാമിന് മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല, എഴുതി വെക്കാതെ ഉള്ളൂ. അപ്പൊ ഇതാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വാലന്റ് കപ്പാസിറ്റൻസിനാണ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരലൽ. നമ്മുടെ അടുത്ത കോമ്പിനേഷൻ ആണ് പാരലൽ കോമ്പിനേഷൻ. എന്താണ് ഈ പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? സീരീസ് നമ്മൾ എന്താണ് പഠിച്ചത്? 3 കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോ ടോട്ടൽ ചാർജ് എത്രയാണോ അത് തന്നെയാണ് ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന ചാർജ്.
അതായത് സീരീസ് ആണ് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിലെ എല്ലാവരുടെയും ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. പക്ഷെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അത് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ടോട്ടൽ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ അത് നമ്മൾ 3 കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ 3 പൊട്ടൻഷ്യൽ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. V1, V2, V3 നമ്മൾ കണ്ടു. ഇവിടുത്തെ പ്രത്യേകം നേരെ തിരിച്ച റീസൺ എന്താ നോക്കിയേ? 3 പേരെ പാരലൽ ആണ് കണക്ട് ചെയ്തു. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കണക്ട് ചെയ്തു. ഇതിന്റെ പ്രത്യേകത പാരലൽ എന്ന് പറയാൻ കാരണം ഇവിടെ നോക്കിയേ, ഒരു പോയിന്റ് ഉണ്ടോ? ഞാൻ AB എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഫസ്റ്റ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് ആർക്കിടയിലാ? എക്കും ബിക്കും ഇടയിലാണ് കണക്ട് ചെയ്തത്. സെക്കൻഡ് കപ്പാസിറ്ററും എക്കും ബിക്കും ഇടയിലാണ് കണക്ട് ചെയ്യുന്നത്. തേർഡ് കപ്പാസിറ്ററും എക്കും ബിക്കും ഇടയിലാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഒരേ പോയിന്റ് ഇടയിൽ കണക്ട് ചെയ്താൽ അതിനെ പറഞ്ഞ പേരാണ് പാരലൽ. നേരത്തെ അങ്ങനെയല്ലേ, ഡിഫറെന്റ് ആയിരുന്നു. ഓർമ്മയുണ്ട? AB, BC, CD അങ്ങനെ പറഞ്ഞു. 4 പോയിന്റ് ഇടയിലാണ് കണക്ട് ചെയ്തത്. സോറി, 3 പോയിന്റ്സ് ഇടയ്ക്കാണ് കണക്ട് ചെയ്തത്. അവിടെ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും ഒരേ പോയിന്റ് ഇടയിൽ കണക്ട് ചെയ്താൽ അതാണ് പാരലൽ. എന്തുകൊണ്ട് പാരലൽ എന്ന് പറയുന്നു? സെയിം പോയിന്റ് ആയതുകൊണ്ട് ഈ 3 പേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഒരേ പോയിന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. കാരണം ഇത് പോസിറ്റീവ് ആണ്, ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് ആണ്, ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്. അപ്പം ഈ 2 പോയിന്റുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? B തന്നെയാണ്. AB A ഡയറക്റ്റ് ആണ് അവിടെ കണക്ട് ചെയ്തു, ബാറ്ററിയുടെ പോസിറ്റീവ്. B ഡയറക്റ്റ് ആണ്, ബാറ്ററിയുടെ നെഗറ്റീവ്. അതുകൊണ്ട് എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? V തന്നെയാണ്. അതുകൊണ്ട് ഈ 3 പേരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. V ആണ്, V ആണ്, V ആണ്. അവിടെ ചാർജ് സെയിം ആയി. ഇവിടെ എന്ത് സെയിം ആയി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയി. ഓക്കെ, അടുത്തെന്താ? ചാർജ് എന്താണ്? ചാർജ് എന്ന് നോക്കിയാൽ ചാർജ് വെച്ച് പറയുകയാണെങ്കിലോ ഇവിടെ ടോട്ടൽ ചാർജ് Q എന്ന് വിചാരിക്കുക. ടോട്ടൽ ചാർജ് Q. എന്താ സംഭവിക്കുന്നത്? ചാർജിന് പോകാൻ 3 പാത്തുണ്ട്. നേരത്തെ ഒറ്റ പാത്തേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് എല്ലാവർക്കും ഒരേ ചാർജ് കിട്ടിയത്. ഇവിടെ 3 പാത്തുണ്ട്. കുറച്ച് ചാർജ് മുകളിലോട്ട് പോകും, Q1. കുറച്ച് സെന്ററിലോട്ട് പോകുന്നു, Q2. കുറച്ച് താഴോട്ട് പോയി, Q3. അപ്പൊ എന്താ പ്രത്യേകത? പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എല്ലാ കപ്പാസിറ്ററിന്റെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അത് ടോട്ടൽ പൊട്ടൻഷ്യലിൽ ഈക്വൽ ആയിരിക്കും. പക്ഷേ എല്ലാവരുടെയും ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. ടോട്ടൽ ചാർജ് 3 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ 3 ആയി ഡിവൈഡ് ചെയ്യും. 5 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ 5 ആയി ഡിവൈഡ് ചെയ്യും. അതാണ് പാരലലിന്റെ പ്രത്യേകത. ചാർജ് ഡിവൈഡ് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ സെയിം. സീരീസിൽ ചാർജ് സെയിം, പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്യും. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി, ബാക്കി ആൻസർ ആയി. നമ്മളിവിടെ പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയതുകൊണ്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ഇവിടെ ചാർജിന്റെ ഡിഫറൻറ്റ് ടോട്ടൽ ചാർജ് കാണുന്നു, Q ആണ്. അങ്ങനെ കാണാം Q1 പ്ലസ് Q2 പ്ലസ് Q3. ടോട്ടൽ ചാർജ് കാണുന്നു. എങ്ങനെ Q കാണാനുള്ള ഫോർമുല? അതും നമുക്കറിയാം, CV. അപ്പൊ Q1 എങ്ങനെ അവിടെ? എന്താണ് Q കാണാനുള്ള ഫോർമുല? കപ്പാസിറ്റൻസ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആണല്ലോ. അപ്പൊ Q1 എങ്ങനെ കാണുന്നത്? ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് എങ്ങനെ കാണും? ഒന്നാമത്തെ കപ്പാസിറ്റർ അവന്റെ കപ്പാസിറ്റൻസ് C1 ഇൻറ്റു പൊട്ടൻഷ്യൽ. ചാർജ് കാണുന്ന ഫോർമുല കപ്പാസിറ്റൻസ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്നാണ്. Q1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് ആണ്. Q1 കാണണ്ട. Q1 എങ്ങനെ കാണും? അവന്റെ കപ്പാസിറ്റൻസ് ഇൻറ്റു അവന്റെ പൊട്ടൻഷ്യൽ. Q2 ആണെങ്കിലോ സെയിം കപ്പാസിറ്റൻസ് C2 ആണ്. Q2 എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ് C2, പൊട്ടൻഷ്യൽ എന്ത് തന്നെ? V തന്നെ. Q3 എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് C3, പൊട്ടൻഷ്യൽ എന്താണ്? Q3 C3 V. ഓക്കെ, നമ്മൾ എന്ത് എഴുതി? Q is equal to ഇവിടെ എന്താ? C1V പ്ലസ് C2V പ്ലസ് C3V. ഓക്കെ, ഇനി അവിടെ പറഞ്ഞ പോലെ ഈ 3 കപ്പാസിറ്ററിനെയും എടുത്ത് മാറ്റിയിട്ട് സെയിം സർക്യൂട്ടില് നമ്മൾ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു. ഒരൊറ്റ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് 3 വരെ എടുത്ത് മാറ്റി. എന്നിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു. അവന് C എന്ന് കൊടുത്തു. എന്താ C എന്ന് പറഞ്ഞ പേര്? ഇക്വാലന്റ് കപ്പാസിറ്റൻസ്. നേരത്തെ പറഞ്ഞ അതേ പേരിന് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നോട് ആ പേര് കിട്ടിയത്. ഈവൻ ഈ 3 പേരും എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ജോലി ഇവ ഒറ്റയ്ക്ക് ചെയ്യും. അതായത് ഈ 3 പേരുടെ എഫക്ട് എന്താണോ ഇവിടെ ആ എഫക്റ്റ് ഒറ്റയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് പറഞ്ഞ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് പറയുന്നത് ഈ 3 പേർക്കും ഈക്വൽ ആണ് ഇവൻ. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവന്റെ ചാർജ് എത്രയാണ്? Q ആണ്. കാരണം ഇതിന്റെ ടോട്ടൽ ചാർജ് Q ആ. ആ Q ചാർജും ഈ കപ്പാസിറ്ററിൽ കടന്നു പോകും. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉള്ളൂ, ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല. പൊട്ടൻഷ്യൽ V അല്ലേ? ഇവന്റെ പൊട്ടൻഷ്യൽ എന്താണ്? V ആണ്. അപ്പം ഇവന്റെ ചാർജ് കാണാണ്. ചാർജ് കാണാൻ ഫോർമുല എന്താ? C ഇൻറ്റു V. ഈ ഇക്വാലന്റ് കപ്പാസിറ്റൻസിന് ചാർജ് കാണും, കപ്പാസിറ്റൻസിന്റെ പൊട്ടൻഷ്യൽ ആണല്ലോ. ഇത് ആർക്ക് ഈക്വൽ എന്നാ പറഞ്ഞത്? ഈ 3 പേരുടെയും ചാർജ് ഈക്വൽ ആയിരിക്കും എന്നല്ലേ പറഞ്ഞ? 3 പേരുടെയും ചാർജ് എത്ര? C1V പ്ലസ് C2V പ്ലസ് C3V. ഇത് ഈക്വൽ എന്നാ പറഞ്ഞത്.
അതുകൊണ്ടാണ് ഇക്വിവാലന്റ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, നേരത്തെ 3 പേര് സ്റ്റോർ ചെയ്ത ചാർജ് ഇത്രയാണ്. അതിനെ മാറ്റി ഒരാളെ പ്ലേസ് ചെയ്തു. പേരെന്താ? ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് അല്ലെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഈ 3 പേരും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലി, ഇവിടെ ചാർജ് എന്ന് പറഞ്ഞു, ഈ 3 ഇവിടെ ചാർജ് സ്റ്റോർ ചെയ്തു. ടോട്ടൽ ഇത്രയും ചാർജ് സ്റ്റോർ ചെയ്തു. ഈ ചാർജ് ഒറ്റയ്ക്ക് സ്റ്റോർ ചെയ്യും ആണല്ലോ. ഈ 3 പേരുടെയും ചാർജ് കണ്ടുപിടിച്ചു. അത് ആർക്ക് ഈക്വൽ ആണ്? ഇവന്റെ ഒറ്റയ്ക്കുള്ള ചാർജിന് ഈക്വൽ ആണ്. 3 പേരുടെ ചാർജ് എത്രയും കിട്ടിയതാണ് നടക്കുന്നത്. ഇവന്റെ ചാർജ് എത്ര? സി. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയതുകൊണ്ടാണ് എന്ത് പേര് കിട്ടിയത്? ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല. നോക്കിയാൽ ഈ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കുക, ഈ 3 വാല്യൂ ഇവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ സംഭവം ഇങ്ങനെയാണ്. ഇതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇക്വാലിറ്റി എന്ന പേര് വരാൻ റീസൺ ഇതാ. ചുമ്മാ എടുത്ത് കൊടുക്കുന്നതല്ല. ഓക്കെ, എല്ലായിടത്തും ഈ ഇല്ലേ കട്ട് ചെയ്ത് കളാം. അപ്പൊ എന്ത് കിട്ടി? സി ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. തിരിച്ചുവരാണെങ്കിൽ പി എന്ന് കൊടുക്കുക. അപ്പൊ എന്താ പ്രത്യേകത? 3 കപ്പാസിറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇക്വാലിറ്റി കപ്പാസിറ്റൻസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്താൽ മതി. 3 പേര് എന്ത് ചെയ്താ? ആഡ് ചെയ്താൽ മാത്രം മതി. നേരത്തെ അങ്ങനല്ല പഠിച്ചത്. നേരത്തെ എന്താ പഠിച്ചത്? ഓരോ കപ്പാസിറ്റിയും റെസിപ്രോക്കൽ എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോ ഇക്വാലന്റ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ കിട്ടി. അങ്ങനെ പഠിച്ചത്. 1/CS ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇവിടെ റെസിപ്രോക്കൽ ഒന്നും വേണ്ട. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പാരലായിട്ട് കണക്ട് ചെയ്താൽ, കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ ഓരോ കപ്പാസിറ്റൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ആയിരിക്കും. ഇതാണ് പാരലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സീരീസുമായി പാരലുമായി. ഞാനിതില് 2 സ്പെഷ്യൽ കേസ് നമുക്ക് പറഞ്ഞു പോകണം കേട്ടല്ലോ. സ്പെഷ്യൽ കേസ് വരുന്നത് ഫസ്റ്റ് ഒറ്റ സ്പെഷ്യൽ കേസുള്ളൂ മെയിൻ ആയിട്ട്. അതായത് നമ്മള് n നമ്പർ ഓഫ് കപ്പാസിറ്റൻസ്. എന്താണ്? സ്പെഷ്യൽ കേസ് ആണ് പറയുന്നത്. സ്പെഷ്യൽ കേസ് എന്താ? n number of capacitors having capacitance C. First case connected in series. എന്താ എഴുതിയിട്ടുള്ളത്? വേറെ ഒന്നുമല്ല, കുറെ കപ്പാസിറ്റൻസ് എല്ലാത്തിന്റെയും വാല്യൂ ഈക്വൽ ആണ്. സി ആണ്. എല്ലാത്തിനും ഒരേ വാല്യൂ ആണ്. അത് എങ്ങനെ കണക്ട് ചെയ്യുന്നു? സീരീസ് ആണ് കണക്ട് ചെയ്യുന്നു. രണ്ടാമത് അതിനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, സീരീസ് ആണ് കണക്ട് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? എന്താ നമ്മുടെ ഫോർമുല? സീരീസ് കണക്ട് ചെയ്യുമ്പോൾ 1/CS ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇങ്ങനെ പറഞ്ഞേ. ഞാൻ പറയുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 4 1/C4 വരും. ഞാൻ പറയുന്നു, എന്റെ 2 വെച്ച് പറയാം. ഇപ്പൊ 2 കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തു. 1/C1 പ്ലസ് 1/C2. രണ്ടിന്റെ വാല്യൂ സി എന്ന് പറഞ്ഞു. C1 ഈക്വൽ ടു C2 ഈക്വൽ C എന്ന് പറഞ്ഞു. രണ്ടുടെ വാല്യൂ എന്തെന്ന് പറഞ്ഞു? സെയിം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ കാണാം? 1/CS ഈക്വൽ ടു 1/C പ്ലസ് ഇത് എത്ര? 1/C. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 2/C എന്ന് കിട്ടും. അത് 1/CS ആണ്. ഇവനൊന്ന് തിരിച്ചറിയേ. ഇവനെ റെസിപ്രോക്കൽ എടുത്ത ഇവനെ റെസിപ്രോക്കൽ എടുത്തു. അപ്പൊ എന്ത് കിട്ടും? CS ഈക്വൽ ടു ഇവനെ തിരിച്ചു എന്ത് കിട്ടും? CS/1 എന്ന് കിട്ടും. എന്നാണ് CS. ഇവനെ തിരിച്ചു എന്ത് കിട്ടി? C/2 എന്ന് കിട്ടി. എന്താ മീനിങ്? 2 കപ്പാസിറ്റൻസ് രണ്ടിന്റെ വാല്യൂ സെയിം ആണ്, C ആണ്. സീരീസ് ആണ് കണക്ട് ചെയ്താൽ ഇക്വാലന്റ് എത്രയാണ്? C/2 ആണ്. നോക്കിയാൽ ഒരാളുടെ വാല്യൂ ഡിവൈഡ് ബൈ നമ്പറാ 2 ആണ്. 3 കപ്പാസിറ്റൻസ് ആയതെങ്കിലോ C/, എത്ര കിട്ടുമായിരുന്നു? 3 കിട്ടുമായിരുന്നു. 10 കപ്പാസിറ്റൻസ് ഉണ്ടായിരുന്നെങ്കിലോ C/, എത്ര കിട്ടുമായിരുന്നു? 10 കിട്ടുമായിരുന്നു. 100 ആണെങ്കിലോ C/100 കിട്ടുമായിരുന്നു. അപ്പൊ n കപ്പാസിറ്റൻസ് ആണെങ്കിലോ C/n. അതാണ് CS ഈക്വൽ ടു C/n. എങ്ങനെ C/n വന്നത്? വേറെ ഒന്നുമല്ല, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. n നമ്പർ ഓഫ് കപ്പാസിറ്റൻസ്, ഒരുപാട് കപ്പാസിറ്റൻസ് ഉണ്ട്, എല്ലാത്തിന്റെ വാല്യൂ സെയിം ആണ്, C എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വാലിറ്റി കാണാൻ പറഞ്ഞാൽ ഒരാളുടെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ. എക്സാമ്പിൾ ആയിട്ട് 10 കപ്പാസിറ്റർ, ഒരാളുടെ വാല്യൂ 2 ആണ്. സീരീസ് ആണ് കണക്ട്. 10 കപ്പാസിറ്റൻസ് ഒരാളുടെ വാല്യൂ 2 ആണ്. എല്ലാവരുടെ വാല്യൂ 2 ആണ്. ഈച്ച് ഹാവിംഗ് കപ്പാസിറ്റൻസ് എത്ര? 2 എന്ന് പറയുന്നു. എന്താണ് കണക്ട് ചെയ്യുന്നു? സീരീസ് ആണ് കണക്ട് ചെയ്തു. ഇക്വാലിറ്റി കാണാൻ പറഞ്ഞാൽ ഒരാളുടെ വാല്യൂ 2 അല്ലേ? 2 ഡിവൈഡഡ് ബൈ നമ്പർ. എത്ര കപ്പാസിറ്റൻസ് ഉണ്ട്? 10. 2/10 0.2. ഇതാണ് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞത്. അതേസമയത്ത് ഇതേ സാധനം പാരലായിട്ട് കണക്ട് ചെയ്താലോ? പാരലായിട്ട് കണക്ട് ചെയ്ത് എന്താ പ്രത്യേകത നോക്കി? പാരലാണെങ്കിൽ ഫോർമുല ഇതല്ലേ, എല്ലാം ആഡ് അല്ലേ ചെയ്താൽ നമ്മൾ എന്ത് കൊടുക്കും? CP ഈക്വൽ ടു ഇത് 2 ഈക്വൽ CC അല്ലേ? C പ്ലസ് C. C പ്ലസ് എന്താണ്? C എത്ര കിട്ടി? 2 × C എന്ന് കിട്ടി.
രണ്ടുപേര് കണക്ട് 2C കിട്ടി. 3 പേരാണെങ്കിലോ 3C, 4 ആണെങ്കിലോ 4C, 5 ആണെങ്കിലോ 5C, N ആണെങ്കിലോ NC. അപ്പൊ എന്ത് കിട്ടും? CP = NC. ഇത് രണ്ടും ഓർത്തിരിക്കും കേട്ടല്ലോ. അത് ആ ഫോമിൽ കൃത്യമായി അറിഞ്ഞിരിക്കാം. അത് വെച്ച് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. N നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് എല്ലാത്തിന്റെ വാല്യൂ സെയിം ആണ്. C എന്ന് പറയുന്നു. അങ്ങനെ സീരീസ് ആണ് ചെയ്താൽ ഒരാളുടെ വാല്യൂ ഡിവൈഡഡ് ബൈ N നമ്പർ ആണ്. പാരലൽ ആണെങ്കിൽ ഒരാളുടെ വാല്യൂ ഇൻറ്റു നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഇൻറ്റു ഒരാളുടെ വാല്യൂ. അപ്പം സീരീസ് ആകുമ്പോൾ നമ്പറോട് ഡിവൈഡ് ചെയ്യുക, പാരലൽ ആണെങ്കിൽ ഇൻറ്റു ചെയ്യുക. ഇത്രേ ഉള്ളൂ. അത് എങ്ങനെ വന്നു എന്നാണ് എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് അറിഞ്ഞിക്കേണ്ടത് ഒന്ന് C/N, മറ്റേ N × C. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമുക്ക് സീരീസ് പാരലൽ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായി ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, നമ്മൾ ഈ സീരീസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ രണ്ടെണ്ണമുള്ള ക്വസ്റ്റ്യൻസ് ആ കൂടുതൽ വരുന്നത്. അപ്പൊ എങ്ങനെയാ കാണുന്നത്? 1/CS = 1/C1 + 1/C2. ഇതാണ് രണ്ടിലുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ. എന്റെ സിംപ്ലിഫൈഡ് ഫോം പറഞ്ഞത് അത് ഓർത്തിരിക്കാൻ പഠിച്ചിരിക്കുക. കാണുന്ന ഇക്വേഷൻ പഠിച്ചിരിക്കുക. അപ്പൊ എന്ത് കിട്ടും? 1/CS = C2 × 1. എന്താണ്? C2 + C1 × 1. C1 ഡിവൈഡ് ബൈ C1 × C2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. C1 C2. C2 × 1 C2 + C1 × 1 C1 ഡിവൈഡ് ബൈ C1 C2. ഓക്കെ. CS വേണ്ടത് ഇത് നേരെ തിരിച്ചിട്. CS സീരീസിലെ കപ്പാസിറ്റൻസ്. ഇതിനെ നേരെ തിരിച്ചിട്, ഇതിനെ തിരിച്ചിട്. അപ്പൊ എന്ത് കിട്ടി? CS = ഇത് തിരിഞ്ഞു, ഇവനും തിരിഞ്ഞു. എന്ത് കിട്ടും? C1 C2 ഡിവൈഡ് ബൈ C1 + C2. ഈ ഫോമിൽ അറിഞ്ഞിരിക്കുക. മുകളിൽ എന്താ? രണ്ടുപേരുടെ ഇൻഡ്യൂ ചെയ്യുക. താഴെ എന്ത് ചെയ്തു? രണ്ടുപേരുടെ സം ചെയ്തു. ഇങ്ങനെ പഠിച്ചാലും മതി. പ്രോഡക്റ്റ് ബൈ എന്താണ്? സം എന്നോർത്താലും മതി അല്ലേ? മുകളിൽ പ്രോഡക്റ്റ് രണ്ട് ഇൻഡ്യൂ ചെയ്യും. അപ്പൊ രണ്ടുപേരെ സീരീസ് കണക്ട് ചെയ്യുമ്പോൾ ഇക്വാലിറ്റി കാണാൻ പറയുന്നത് എന്താ ചെയ്താൽ പെട്ടെന്ന് രണ്ടുപേരും എന്ത് ചെയ്യുക? രണ്ടുപേരുടെ പ്രോഡക്റ്റ് എടുക്കാം, ഡിവൈഡ് ബൈ സം ചെയ്യുക. C1 C2 ഡിവൈഡ് ബൈ C1 + C2 എന്നറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റൻസ് എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഇതിന് പ്രോബ്ലം വരുന്നത് കേട്ടോ. ഇതിന് പ്രോബ്ലം ഉള്ളത് കപ്പാസിറ്റൻസ് 4-5 ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. നമ്മൾ പ്രോബ്ലം അവസാനം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്